കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വടകര നൽകിയ സ്വീകരണം എന്ന് പറയുന്നത് ചെറുതല്ലായിരുന്നു. എങ്കിലും എന്നും ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. മുഖ്യധാര ഇടതുപക്ഷത്തെ വ്യക്തമായി വിലയിരുത്തുന്ന ഒരു ഇടത് അന്തർധാര കടന്നുപോകുന്ന മേഖല തന്നെയാണത്. ഇടതു കോട്ടയായ വടകര 2009 CPM-ന് കൈവിട്ടു പോകുന്നതിന് കാരണവും വടകരയിലെ ജനങ്ങൾക്കുള്ള ഇടത് സാക്ഷരത തന്നെയാണെന്ന് പറയാം. ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയത് KK ശൈലജയാണ്. കേരളമെമ്പാടും അസാമാന്യ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് ശൈലജ. 2021 തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA. എല്ലാം ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. വടകരയിൽ രണ്ടാം ഊഴം പ്രതീക്ഷിച്ച് K മുരളീധരൻ ചുവരെഴുത്തുകളും ബാനറുകളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇതിനിടെയാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. മുരളീധരനെ തൃശൂരിലേക്കും ഷാഫി പറമ്പിലിനെ വടകരയിലേക്കും നിയോഗിക്കുന്നത്. ഇതോടെ വടകരയുടെ ചിത്രം തന്നെ മാറി. ഇടത് ആശയം അതിന്റെ സമ്പൂർണതയിൽ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് വടകര. നാടക പ്രവർത്തനവും ഫിലിം സൊസൈറ്റി പ്രവർത്തനവും ഒക്കെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്ന്. വടകര ടൗൺ ഹാൾ സാംസ്കാരിക പ്രവർത്തകരുടെ താവളം കൂടിയാണ്. ഒരു പുസ്തക പ്രകാശനമോ സിനിമാ പ്രദർശനമോ നാടകോത്സവമോ ഇല്ലാത്ത ഞായറാഴ്ചകളില്ല. ആ പരിപാടികളെല്ലാം നിറഞ്ഞ സദസ്സിലുകളാണ് നടക്കാറുള്ളതും. ഇത്രയധികം കവികളുള്ള മറ്റൊരു നാടുണ്ടോ എന്നും അറിയില്ല. വ്യത്യസ്തതകൾ ഏറെയുള്ള ഭൂപ്രകൃതിയാണ് വടകരയുടേത്. 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള വടകരയിൽ തീരദേശവും മലയോരവുമെല്ലാം ഉൾപ്പെടും. തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും നാദാപുരവും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം. കടലിനോട് ചേർന്ന് വടകരയും തലശ്ശേരിയും കൊയിലാണ്ടിയുമുണ്ട്. പേരാമ്പ്രയും കുറ്റ്യാടിയും മലയോരവും ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന തലശ്ശേരിയും കൂത്തുപറമ്പും സംശയമേതുമില്ലാതെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് പറയാവുന്നത് തന്നെയാണ്. കോഴിക്കോട് ജില്ല നോക്കിയാൽ കൊയിലാണ്ടിയും പേരാമ്പ്രയും ഇതുപോലെ തന്നെ ഇടതു ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇവിടെ പരാമർശിക്കാത്ത 3 സ്ഥലങ്ങളുണ്ട്. അത് വടകരയും നാദാപുരവും കുറ്റ്യാടിയുമാണ്. ഈ 3 മണ്ഡലങ്ങളുടെ ഉള്ളിലെന്താണെന്ന പ്രവചനം അസാധ്യമാണ്. എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വടകരയും മുസ്ലിം വോട്ടുകൾ അധികമുള്ള കുറ്റ്യാടിയും നാദാപുരവും തലശ്ശേരിയും ആരുടെ കൂടെ നിൽക്കുമെന്നുള്ളതനുസരിച്ചാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി തീരുമാനിക്കപ്പെടുക. അവസാന നിമിഷം ഷാഫി പറമ്പിലിനെ അവതരിപ്പിക്കുക എന്ന സർജിക്കൽ സ്ട്രൈക്കിന് കോൺഗ്രസ് മുതിർന്നതിന് കാരണവും ഇതുതന്നെയാണ്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളായ നാദാപുരത്തും കുറ്റ്യാടിയും തലശ്ശേരിയും പക്ഷേ മുസ്ലിം വോട്ടുകൾ കണ്ണും പൂട്ടി തങ്ങൾക്ക് കിട്ടുമെന്ന് മുസ്ലിം ലീഗിന് ഒരു തരത്തിലും അവകാശപ്പെടാൻ സാധിക്കില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ പോലെ ആളെ കൂട്ടാനും വോട്ട് പിടിക്കാനും കഴിയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചത്. മുരളീധരൻ തുടർന്നാൽ ലീഗിന്റെ വോട്ടുകൾ പോലും ചോരാൻ സാധ്യതയുള്ളതായി കോൺഗ്രസ് മനസ്സിലാക്കിയെന്ന് വേണം